ഒരു ബില്ല് അവതരിപ്പിച്ച് കേവല ഭൂരിപക്ഷത്തോടു കൂടി പാസാക്കി അത് രാഷ്ട്രപതിയുടെ ഒപ്പ് നേടിയെടുക്കുമ്പോൾ നിയമമായി മാറുന്നതാണ് ഇതുവരെ കണ്ടിട്ടുള്ളതെങ്കിൽ അതിൽ ഇനി നിർണായക മാറ്റമുണ്ടാകും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നിലവിൽ വഖഫ് ഭേദഗതി ബിൽ കേന്ദ്രം നിയമമാക്കി കൊണ്ടുവരാൻ വേണ്ടി രാഷ്ട്രപതിയുടെ ഒപ്പ് നേടിയെടുത്തത് കൃത്യമായും സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ഇതിനകത്തെ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തുന്ന ഭാഗം ആ ഭേദഗതി മാറ്റണം എന്ന വ്യക്തവും ദൃഢവുമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അത് റദ്ദാക്കാനുള്ള തീരുമാനവുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, സുപ്രീം കോടതിക്ക് നിയമ പരിരക്ഷയുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ പാർലമെന്റിന്റെ ആധികാരികതയിൽ ചോദ്യം ചെയ്യാൻ നടപ്പിലാക്കാനുള്ള നിയമപരിധി ഉണ്ടോ? ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആർട്ടിക്കിൾ 142 എന്നത് വെച്ചിരിക്കുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനങ്ങളിൽ പോലും ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് ഏകപക്ഷീയമായി കഴിയും എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ ചൊടിപ്പിക്കാൻ നേരത്തെ ഗോദി മീഡിയകൾ പലകുറി BJPക്ക് എതിരെ തിരിയുന്നത് എന്തുകൊണ്ട്? സുപ്രീം കോടതിയെ നിലയ്ക്ക് നിർത്തണം, ആത്യന്തികമായി പാർലമെന്റിനാണ് പരമാധികാരം എന്ന് പറയുന്നത്. ഈ പാർലമെന്റ് എന്ന് പറയുന്നത് കേന്ദ്ര മന്ത്രിസഭ മാത്രമല്ല. ജഗദീപ് ധൻഖർ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, പാർലമെന്റ് എന്നത് പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ കൂടിച്ചേർന്നതാണ്. കേവല ഭൂരിപക്ഷം മാത്രമാണ് BJPക്ക് ഇരു സഭകളിലും NDA മുന്നണിയുടെ ബലത്തിൽ ഉള്ളത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ലോക്സഭയും രാജ്യസഭയും BJPക്ക് ഇപ്പോൾ പ്രദാനം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ തീരുമാനങ്ങൾ ആത്യന്തികമായി അടിച്ചേൽപ്പിക്കാൻ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് മേൽ പ്രഹരം പോലെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി സുദൃഢമായി പറയുമ്പോൾ കോടതി അലക്ഷ്യത്തെ തെല്ലും ഭയക്കാതെ ജഗദീപ് ധൻഖർ വീണ്ടും കേന്ദ്ര മന്ത്രിസഭയുടെ വക്താവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പറയാൻ ഭയമാണ്, അവർക്ക് ഉറപ്പില്ല ഏത് രീതിയിലുള്ള നടപടിക്രമമായിരിക്കും സുപ്രീം കോടതി അടുത്തത് വെച്ച് പ്രയോഗിക്കുക. അതുകൊണ്ടാണ് ജഗദീപ് ധൻഖർ ഉപയോഗിച്ച് ഒരു സാമ്പിൾ നടത്താൻ, അതായത് ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ സുപ്രീം കോടതി ഒന്ന് ചൊറിഞ്ഞേക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള ആദ്യത്തെ നടപടിയാണ് വാസ്തവത്തിൽ ഭൂഷൺ രാമകൃഷ്ണൻ ഗവായി ആത്യന്തികമായി ഇലക്ട്രൽ ബോണ്ട് നടപടിക്രമങ്ങൾ റദ്ദാക്കിയതും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള കേന്ദ്ര വിരുദ്ധ നയങ്ങൾ സുപ്രീം കോടതി ആവിഷ്കരിച്ച ഡിവിഷൻ ബെഞ്ചിലെ അംഗം കൂടിയാണ്. അതാണ് BJPക്ക് ഏറ്റവും വലിയ ചങ്കിടിപ്പ്. അവർക്ക് കൃത്യമായി അറിയാം, ഏകപക്ഷീയമായ നിലപാടുകൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ. സുപ്രീം കോടതിക്ക് അത്തരത്തിൽ നിയമപരിരക്ഷയുണ്ട്. എങ്ങനെയായിരുന്നാലും സാധാരണ നിലയിൽ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഒരുപോലെ മോശമല്ലാത്ത രീതിയിലുള്ള ബാന്ധവം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഭരണ സംവിധാനത്തിൽ കാര്യമായിട്ടുള്ള വിള്ളൽ ഉണ്ടാകാത്തത്. എന്നാൽ ആരാണ് കേമൻ എന്ന ചോദ്യമൊക്കെ വന്ന് രാഷ്ട്രപതി രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് വേറെ വഴിയില്ല.